ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് അടിപൊളി ഐഡിയാസാണ് ഷെയർ ചെയ്യുന്നത്. ഈ സ്റ്റിക്ക് വെച്ചിട്ട് വലിയ ചിലവൊന്നും വരാത്ത രീതിയിൽ എന്നാലാണെങ്കിലും അടിപൊളി ലുക്കാണ് കേട്ടോ. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കിന് എക്സഗൺ ഷേപ്പിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ ആദ്യം ഒരു എക്സഗൺ ഷേപ്പ് വരച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു എക്സഗൺ ഷേപ്പ് ഉണ്ടാക്കാൻ 6 സ്റ്റിക്കാട്ടോ വേണ്ടത്. ഇതേപോലെ ഒരു 6 സ്റ്റിക്കും കൂടി എടുക്കുക. 2 എക്സഗൺ ഷേപ്പാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 12 പീസ് വേണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ എക്സഗൺ ഷേപ്പാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതേപോലെ ഒരെണ്ണം കൂടി വേണം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിക്കൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ രണ്ടും കൂടി ഒട്ടിപ്പോരുത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്താ പറയുക, സൈസിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് സൈസ് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 എക്സഗൺ ഷേപ്പാട്ടോ വേണ്ടത്. ഇനി ഇതിനൊന്ന് കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഒരു 5 സ്റ്റിക്കും കൂടി വേണം കേട്ടോ. ഈ 5 സ്റ്റിക്കിനെ ഇതാ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ഒട്ടിക്കലും പിടിക്കലും എല്ലാം കൂടി ആയിട്ടാട്ടോ എനിക്കിങ്ങനെ ആകുന്നത്. ഒരാൾ പിടിക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മോള് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഒട്ടിക്കാനായിട്ട് അവൾ പിടിച്ച് തരുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ 2 ഭാഗം ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതിയേ. അപ്പോൾ ഇതാ ഈ ഒരു ഇത്രത്തോളം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലവറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് എന്താ പറയുക, ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിന് വേണമെങ്കിൽ കളറൊക്കെ കൊടുത്താൽ ഒന്നുകൂടി ഭംഗിയാവും കേട്ടോ. ഇനി അടുത്തൊരു ഐഡിയ എന്ന് വെച്ചാൽ ഇതാ ഈ സ്റ്റിക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക, എന്നിട്ട് ഇതാ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പാവും കേട്ടോ. ഈ ഒരു ഷേപ്പിലാവേ. ഇനി ഇതാ ഇതേപോലെ ഒന്ന് കടത്തിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റിക്കാക്കി വെച്ച് കൊടുക്കുക. അതും ഒരു ഐഡിയ ആണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ അടുത്ത ഐഡിയ എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിൽ താഴെ നമ്മൾ വെച്ചില്ലേ 5 സ്റ്റിക്ക് ഒട്ടിച്ചില്ലേ, അതേപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 5 സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. താഴെ വെച്ച അതേപോലെ തന്നെ മുകളിൽ ഒരു 5 സ്റ്റിക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ താഴെയും നമുക്ക് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാം, മുകളിലും ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് താഴെ മുകളിലും ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇതാ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ അടിപൊളി. അപ്പോൾ ഇതാ ഒട്ടിക്കുമ്പോൾ കാണാൻ വലിയ ഭംഗിയില്ല എന്നൊക്കെ തോന്നിയിരുന്നിരിക്കും, പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതാ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ 2 സൈഡിലും ഇതേപോലെ സ്റ്റിക്കൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ മറ്റേ സൈഡിലും അങ്ങനെ തന്നെ സ്റ്റിക്കൊന്നുകൂടി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ടൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം ഒട്ടിച്ചെടുക്കുകയാണ്. 2 സൈഡിൽ ആദ്യം ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഒട്ടിച്ചില്ലേ, അതിൻ്റെ മിഡിലായിട്ട് ഒരു സ്റ്റിക്കും കൂടി ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണ്ടേ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ അതിൻ്റെ മിഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റും രണ്ടിലും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റാൻഡോടെ ഞാൻ സെറ്റാക്കിയത് കാണിക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് പിന്നെ ഓപ്പൺ ആയിട്ടുള്ളത് ഫസ്റ്റ് ഒന്ന് കാണിച്ചില്ലേ, അത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ 2 എണ്ണം ഒന്ന് കളറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കളർ കൊടുക്കേണ്ട, ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി കേട്ടോ. ഈ ഒരു കളറിലാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കളറൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സും എന്താണോ സെറ്റ് ചെയ്യാനുള്ളത് അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ കളറൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇതിന് പകരം സ്പ്രേ പെയിൻറ്റ് ഗോൾഡനോ എന്താ പറയുക ബ്ലാക്കോ ഏതാണോ നിങ്ങൾക്ക് കളർ ഇഷ്ടം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്കാണ് കൊടുക്കുന്നത്, അക്രിലിക് പെയിൻറ്റ് കേട്ടോ. അപ്പോൾ ഇതാ ബ്ലാക്ക് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വാർണിഷും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. അതാകുമ്പോൾ കുറച്ചുകൂടി ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്താ പറയുക, സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ എന്താ പറയുക ഒരു ഗ്ലേസിങ് ഉണ്ടാവുമല്ലോ. ഇത് അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് വലിയൊരു ഗ്ലേസിങ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വാർണിഷും കൂടി അപ്ലൈ ചെയ്തുമ്പോൾ നല്ല അടിപൊളി തിളക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതാ ഫൈനൽ ലുക്ക് കണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു ഗ്ലേസിങ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടത് അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റിക്ക് വെച്ചിട്ട് ഇത്രയും അടിപൊളിയാക്കി എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവല്ലോ. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിക്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലും എന്താണോ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് നല്ല വെയിറ്റ് ഉള്ളതൊന്നും വെക്കണ്ട കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉള്ളതൊക്കെ വെക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ താഴെ ഭാഗത്തും വെച്ച് കൊടുക്കുക, മുകൾ ഭാഗത്തും വെച്ച് കൊടുക്കുക, പിന്നെ രണ്ട് സൈഡിലായിട്ട് ഓരോ സ്റ്റിക്ക് ഒട്ടിച്ചില്ലേ അതിലും ചെറിയ എന്തെങ്കിലും പീസുകളൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ലൈറ്റ്സ്, പിന്നെ LED ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, അതിങ്ങനെ ചുറ്റി ചുറ്റിയൊക്കെ കൊടുക്കുകയാണെങ്കിലും അതും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് അല്ലെങ്കിൽ കാൻഡിൽ ലൈറ്റ് ആയാലും സൈഡിലൊക്കെ വെച്ച് കൊടുത്താലും അതും ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊക്കെ ഒന്ന് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്താണ്. ഞാനിതാ താഴത്തൊരു ഫ്ലവർ വേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ് കേട്ടോ. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ചാനലുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ താഴെ ഭാഗത്ത് ആ ഒരു ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി മുകൾ ഭാഗത്ത് ഇതാ ഇതും അതേപോലെ കിൻഡർ ജോയിൻ്റെ ആ ഒരു എന്താ പറയുക, കിൻഡർ ജോയിൻ്റെ ബോട്ടിൽ എന്താണോ പറയുക, കവർ കിൻഡർ ജോയിൻ്റെ കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മതി, അത് കാണാം കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും കുഞ്ഞു എന്തെങ്കിലും ഐറ്റംസ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിലുള്ള കുഞ്ഞ് ഐറ്റംസ് ഉണ്ട്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ എല്ലായിടത്തും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അടിപൊളിയായില്ലേ. ഇനി ഇതേപോലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതിൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റെല്ലാം നമുക്ക് 4 സ്ഥലത്തും വെച്ച് കൊടുക്കാം. അതാണ് ഇതുള്ളൊരു വ്യത്യാസം. ഇത് വേറൊരു ഷേപ്പാണ്, അത് വേറൊരു ഷേപ്പാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണോ വെച്ച് കൊടുക്കേണ്ടത് അത് വെച്ച് കൊടുക്കാം. ഞാനിതിൽ 4 ഐഡിയാസ്, ഇപ്പോൾ 2 ഐഡിയാസ് നിങ്ങൾക്ക് ഫൈനൽ വരെ കണ്ടു, 4 ഐഡിയാസ് ഞാൻ കാണിച്ചു തന്നല്ലോ. അതിലും അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലെ ഏത് കളർ വേണമെങ്കിലും പെയിൻറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. പിന്നെ എന്ത് വെക്കണം, എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ടേബിളിലൊക്കെ സെറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായില്ലേ. നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. എന്താ പറയുക, നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കി തുടങ്ങുമ്പോഴും നമുക്ക് ഓരോ ഐഡിയാസാണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും, ഇതെങ്ങനെ ചെയ്താൽ ഇതുപോലെ ഉണ്ടാവും. എന്തായാലും ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെന്താ, ഇതേപോലുള്ള വെറൈറ്റി ഐഡിയാസായിട്ട് ഞാൻ വരാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായത്, പെയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണോ, പെയിൻറ്റ് കൊടുക്കാത്തതാണോ, ഏത് ഷേപ്പിലുള്ളതാണ് ഇഷ്ടമായത് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.